ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബജറ്റാകും ഇത്തവണത്തേതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സർക്കാരിന് വലിയ പരിമിതികളുണ്ട്. വരുമാന വർധനവാണ് ഇത്തവണ ബജറ്റ് ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്ന വിശ്വാസം സർക്കാരിൽ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബജറ്റാകും ഇത്തവണത്തേതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. പൊതുവിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര മെച്ചമായ ഒരു സ്ഥിതി അല്ലല്ലോ റിസോഴ്സസിന്റെ കാര്യത്തിൽ. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഈ നികുതിയുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന നികുതി പിരിക്കുന്നത് മാത്രമല്ല, നികുതി ആൾക്ക് വളർച്ച ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതെന്തൊക്കെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. ജനങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടാകാത്ത തരത്തിലുള്ള നികുതി വർധനവ് ഉണ്ടാകും. ശ്വാസം മുട്ടിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഞങ്ങൾ കേരളത്തിനും രാജ്യത്തിനും വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ പ്രമുഖമായ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അത് അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിന്റെ കർണാടകത്തിലെ ഗവൺമെന്റ്, അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ കാര്യം പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു ചർച്ചയ്ക്ക് സഹായിക്കും, അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിധേയമാവുന്ന വിഷയങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. കർണാടകം കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടറിയാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.